ഹായ്, വെൽക്കം ടു ടിപ്പ് സ്റ്റോറീസ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം ക്ലാസ് ഫോർ ബിഗിനേഴ്സിൻ്റെ ആണ്, ഇൻട്രൊഡക്ഷനാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പുതിയൊരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളിതിൽ എന്താ പഠിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രക്ചറൽ ടെക്നിക്ക് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ടെക്നിക്കുമാണ് നമ്മളിതിൽ കൂടുതൽ പഠിക്കുന്നത്. ട്രാൻസ്ലേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന രണ്ട് ലാംഗ്വേജ് ആണല്ലേ, മലയാളം ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആ രണ്ട് ലാംഗ്വേജിൽ അതിനെ നമ്മൾ മലയാളം വാക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പോകുന്നത്. ഗ്രാമർ വഴി നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആ മലയാളം വാക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പഠിക്കും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറ്റൻസ് ടെക്നിക്കാണ്. സെൻറ്റൻസ് ആയിട്ട് നമുക്ക് പഠിക്കണം അല്ലേ, ഓരോ കാര്യങ്ങളും ഓരോ മലയാളത്തിലെ ഓരോ സെൻറ്റൻസും നമുക്ക് ഇംഗ്ലീഷിലേക്കും പഠിക്കേണ്ട ആവശ്യമില്ലേ. അപ്പോൾ അത് നമുക്ക് എഴുതാനും അത് നമുക്ക് പഠിക്കാനും പറയാനൊക്കെ സെൻറ്റൻസ് വഴി നമുക്ക് പറയാനൊക്കെ പഠിക്കുന്ന, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്ട്രക്ചറൽ ടെക്നിക്ക് എന്ന് പറയുന്നത് കേട്ടോ. സ്ട്രക്ചറൽ ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് 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 എന്ന രീതിയിൽ നമ്മൾ എഴുതുന്ന ഒരു ടെക്നിക്കാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ ആ ഒരു ഫോമിൽ നമ്മൾ എഴുതിയിട്ട് മലയാളം വേർഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് വേണ്ട ഇംഗ്ലീഷ് വേർഡ് ആക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് ടെക്നിക്ക് വഴി നമ്മൾ ഇംഗ്ലീഷ് നല്ല രീതിയിൽ എഴുതാനും പറയാനും നമ്മൾ പഠിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് ഇതിൽ നോക്കാൻ പോകുന്നത് ഈസ്, ആർ, ആം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ നോക്കുന്നത്. ഈസ്, ആർ, ആം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആണ് എന്ന വാക്കാണ്. ആ വാക്കിൻ്റെ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോവുകയാണ്, വരികയാണ്, അല്ലെങ്കിൽ ഇരിക്കുകയാണ്, നിൽക്കുകയാണ്, കൊണ്ടുവരികയാണ്, അങ്ങനെ നമ്മൾ ഓരോ വാക്കിൻ്റെ കൂടെ ആണ് എന്ന് ചേർക്കുന്നുണ്ട് അല്ലേ. ആ ചേർക്കുന്ന ആ ആണ് എന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈസ്, ആർ, ആം എന്ന് പറയാം. ഈ ഈസ്, ആർ, ആം യൂസ് ചെയ്യുന്നതിന് നമുക്ക് കുറേ റൂൾസുകളുണ്ട്. ആ റൂൾസുകൾ അറിഞ്ഞാലാണ് നമുക്ക് എവിടെ എങ്ങനെ ചേർക്കണം എന്നൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, ഫസ്റ്റ് നമ്മൾ ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ചേർക്കുക, ആം എന്നാണ് അവിടെ ചേർക്കുക. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ അവിടെ ആം ചേർക്കുന്നു. അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ്, ഈ മൂന്ന് കാര്യങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചേർക്കുക, ഈസ് ചേർക്കും. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആം ചേർക്കും. അതുപോലെ ഹി, ഷീ, ഇറ്റ്, ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ എന്ത് ചേർക്കും, ഈസ് ചേർക്കും. അതുപോലെ തന്നെ യു, വി, ദേ, ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ നമ്മൾ എന്താ ചേർക്കുക, ആർ ചേർക്കും. അതുപോലെ തന്നെ നെയിം സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഒരാളുള്ളൂ എങ്കിൽ നമ്മൾ എന്താ ചേർക്കുക, ഈസാണ് ചേർക്കുക. അതല്ല നെയിംസ് ഒന്നിലധികം ആളുകളുടെ പേര് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും, ആറ് ചേർക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഐ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ആം ചേർക്കും. അതുപോലെ ഹി, ഷീ, ഇറ്റ് സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈസ് ചേർക്കും. അതുപോലെ യു, വി, ദേ, ആ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ആറ് ചേർക്കും. അതുപോലെ തന്നെ നെയിം പേര് വരികയാണെങ്കിൽ ഒരാളുടെ പേര് വരുന്നുള്ളൂ എങ്കിൽ നമ്മൾ ഈസ് ചേർക്കും. അതല്ല ഒന്നിലധികം ആൾക്കാരുടെ പേര് അവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആറ് ചേർക്കും. ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് വെക്കുക. ഈ റൂൾസുകൾ അറിഞ്ഞാലാണ് നമുക്ക് സെന്റൻസുകളായിട്ട് എഴുതാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറഞ്ഞു തരാം. ഞാനൊരു ടീച്ചറാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും, ഞാനൊരു ടീച്ചറാണ് എന്ന് എങ്ങനെയാ പറയാ, നമ്മൾ പറഞ്ഞു ഐ വരാണ്, ഐ സബ്ജക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം, ആം ചേർക്കണം അല്ലേ. അപ്പോൾ ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്. ഇനി ഹി വരികയാണെങ്കിലോ, അവൻ ഒരു ടീച്ചറാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും, ഹി വരുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ എന്ത് ചേർക്കണം, ഈസ് ചേർക്കണം. അപ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ ഈസ് ചേർത്താൽ ഹീസ്
എ ടീച്ചർ. അതുപോലെ അവൾ ഒരു ടീച്ചറാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും? ഷീ ആണ്. ഷീയും ഹീയും ഇറ്റും വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഈസ് ചേർക്കണം. അപ്പോ ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ. അപ്പൊ നമ്മൾ പറഞ്ഞു അവനൊരു ടീച്ചറാണ്. ഹീ ഈസ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചറാണ്. ഷീ ഈസ് എ ടീച്ചർ. അല്ലെങ്കിൽ ഒരു പേര് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലോ, നമുക്കൊരു പേര് വെച്ചിട്ട് പറയാം. മീര ഈസ് എ ടീച്ചർ. പേര് വെച്ചിട്ട് നമ്മൾ പറയുന്നത് മീര ഈസ് എ ടീച്ചർ. അതുപോലെ തന്നെ രണ്ട് പേര് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. മീര ആൻഡ് നീതു എന്ന് പറയുമ്പോൾ നമുക്ക് ഈസ് വെക്കാൻ പറ്റുമോ? ഇല്ല, രണ്ട് പേര് വന്നു അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു പേരാണെങ്കിൽ നമ്മൾ ഈസ് വെക്കും, ഒന്നിലധികമാണെങ്കിൽ നമ്മൾ ആറ് വെക്കും അല്ലേ. അപ്പൊ മീര ആൻഡ് നീതു ആർ ടീച്ചേഴ്സ്. ഇവിടെ ഒന്നിൽ കൂടുതൽ പേര് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആറ് വെച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സെന്റൻസുകൾ, ഓരോ റൂൾസ് പ്രകാരം നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഉറപ്പിച്ച് മനസ്സിൽ വെക്കുക. ഐ വന്നാൽ ആം ആണ് നമ്മൾ ചേർക്കുക. ഹി ഷീ ഇറ്റ് വന്നാൽ നമ്മൾ ഈസ് ആണ് ചേർക്കുക. യു വി ദേ വന്നാൽ നമ്മൾ ആറാണ് ചേർക്കുക. നെയിം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസ് ആണ് ചേർക്കുക. ഒന്നിലധികം പേര് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആറാണ് ചേർക്കുക. അപ്പൊ ഇത്രയാണ് ഈസ് ആർ ആമിനെ കുറിച്ചിട്ടുള്ള റൂൾസുകൾ നമുക്ക് പഠിക്കാനുള്ളത്. കുറേ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അത് ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ സബ്ജക്റ്റുകൾ വരുമ്പോൾ എവിടെ ചേർക്കണം, എന്ത് ചേർക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയാണ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്